ഞാൻ ഉണ്ണിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ണി ആ മെസ്സേജ് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, റെസ്പോണ്ട് ചെയ്തിട്ടേ ഇല്ല. മാസ്റ്റർ പീസ് ചെയ്യുന്നത് വരെ എനിക്ക് ക്രഷ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഉണ്ണി ഭയങ്കര സീരിയസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് അതുവരെയുള്ള ക്രഷും കാര്യങ്ങളൊക്കെ തീർന്നു അതോടെ. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തമ്മിലൊരു സംഭവമൊക്കെ നടന്ന് ഉണ്ണി എന്നെ ബ്ലോക്ക് ചെയ്തു. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ കേൾക്കുന്നവർക്കും ഒന്നും ഇവളെന്തായി പറയണേ, ഇവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് തോന്നും. എല്ലാം പറയാൻ ധൈര്യമുള്ള ഒരാളാണ്. അപ്പോൾ ഉണ്ണി എല്ലാം എടുത്ത് തുറന്ന് പറയും. ഞങ്ങൾ തമ്മിൽ അങ്ങനെയുള്ള കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ എനിക്കൊന്നും അതുകൊണ്ടും കൂടി ആയിരിക്കാം. പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഞാൻ എല്ലാം ഒന്നും പറയില്ല. ചില കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തേ ഞാൻ സംസാരിക്കും. എനിക്ക് കല്യാണം വേണം, എനിക്കൊരു കുടുംബം വേണം, എനിക്ക് കുട്ടികൾ വേണം, എനിക്ക് അങ്ങനെയുള്ള എല്ലാ ആഗ്രഹങ്ങളും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ കാര്യം വളരെ തെറ്റായി പലരും എടുത്തു എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെയല്ല പറഞ്ഞു. ഇപ്പൊ എന്റെ അമ്മ പറഞ്ഞു ചേട്ടന്റെ ചിരി നല്ല രസമാണ്. നമ്മൾ പരസ്പരം ജയ് ഗണേശനിൽ നിങ്ങളുടെ ഒരു ഫാൻ ബോയ് ആണ് ശരിക്കും അതിനകത്ത് നായകൻ എന്ന് പറയുന്നത്. അത് ഭയങ്കര ഒരു സംഭവമല്ലേ, ഒരു കംഫർട്ടബിലിറ്റി കൂടുതലാണ്, പക്ഷെ അതൊരു രസവും കൂടെ അല്ലേ, ഒരു സന്തോഷം. ഇത് ശരിക്കും പറഞ്ഞാൽ ഉണ്ണി എന്റെ ഫാൻ ബോയ് ആണെന്ന് ഉണ്ണി എവിടെയും പറഞ്ഞിട്ടില്ല. ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് എവിടെ എത്തിയതാ. ആക്ച്വലി ഞാൻ ഉണ്ണിയുടെ ഫാൻ ഗേൾ ആയിരുന്നു. അതായത് ഉണ്ണിയുടെ ആദ്യത്തെയോ രണ്ടാമത്തെ, ഇതിപ്പോ വെരി റീസെന്റ് ഞാൻ ഉണ്ണിയുടെ അടുത്ത് പറഞ്ഞു. എനിക്കൊന്ന് 2 ദിവസം മുന്നേ എങ്ങനെയാണ് ഞാൻ ഉണ്ണിയുടെ അടുത്ത് പറഞ്ഞത്. അപ്പം ഉണ്ണിയുടെ 2ാമത്തെ സിനിമ റിലീസാവുന്ന സമയത്ത്, അപ്പോൾ അന്നേരം ഞാൻ സ്കൂളിൽ പഠിക്കുക. അപ്പോൾ ഈ ഫേസ്ബുക്കൊക്കെ വന്ന സമയത്ത് അപ്പോൾ ഈ ഉണ്ണിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് എനിക്ക് മറ്റേ സെലിബ്രിറ്റി ക്രഷ് അടിച്ചു ഉണ്ണിനെ കണ്ടിട്ട്. എന്നിട്ട് അപ്പോൾ ഫേസ്ബുക്കൊക്കെ അല്ലേ ഉള്ളൂ. എത്ര വയസ്സായിരുന്നു? സ്കൂളിൽ പഠിക്കാൻ എനിക്ക് ഓർമ്മയില്ല. ഉണ്ണിയുടെ 2ാമത്തെ സിനിമ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് കൃത്യമായിട്ട് സമയമൊന്നും ഓർമ്മയില്ല. ചിലപ്പം 9th or 10th ആ സമയം എങ്ങാനും ആയിരിക്കും. 10th അങ്ങനെ വന്നിട്ടില്ല. വന്നിട്ടില്ല. 9th or 10th ആ സമയത്ത്. അപ്പം ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ ഉണ്ണി അന്നേരം പോപ്പുലറായി തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പം പോപ്പുലറായി തുടങ്ങുമ്പോൾ നമുക്കൊരാളെ ഫേസ്ബുക്കിൽ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്, അതായത് മെസ്സേജ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പം ഞാൻ ഉണ്ണിയുടെ അക്കൗണ്ടൊക്കെ എടുത്ത് ഉണ്ണിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ബിഗ് ഫാൻ, സെലിബ്രിറ്റി ക്രഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഉണ്ണിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ണി ആ മെസ്സേജ് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, റെസ്പോണ്ട് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ഇന്നലെ 2 ദിവസം മുന്നെയാണ് ഞാൻ ഉണ്ണിയുടെ അടുത്ത് പറഞ്ഞത് ഞാനിങ്ങനെ മെസ്സേജ് ചെയ്തിട്ടുണ്ട് പണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ മാസ്റ്റർ പീസ് ചെയ്യുന്നത് വരെ എനിക്ക് ക്രഷ് ഉണ്ടായിരുന്നു ഉണ്ണിയുടെ. ഞാൻ ഈ മെസ്സേജ് ചെയ്ത കാര്യമൊക്കെ അമ്മയ്ക്കറിയാം. അമ്മേനെ അടുത്തിരുത്തിക്കൊണ്ടാണ് ഞാൻ ഈ മെസ്സേജ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് മാസ്റ്റർ പീസ് ഞാൻ ചെയ്യുന്ന സമയത്ത് ഉണ്ണി ഭയങ്കര സീരിയസ് ആയിരുന്നു. ഞങ്ങൾക്ക് ഒറ്റൊരു ദിവസമേ കോമ്പിനേഷൻ ഉള്ളായിരുന്നു. അത് ഉണ്ണി എന്നെ കൊല്ലുന്ന സീനാണ് അതിൽ. അപ്പം ഉണ്ണി ഭയങ്കര സീരിയസ് മൂഡിലൊക്കെ ഇരിക്കും അന്നേരം. അപ്പോൾ എനിക്ക് നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് അതുവരെയുള്ള ക്രഷും കാര്യങ്ങളൊക്കെ തീർന്നു അതോടെ. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ക്രഷൊക്കെ പോയി, ഇനിയിപ്പോൾ എനിക്ക് ഒരു ക്രഷും ഇല്ല ഉണ്ണിയുടെ അടുത്തെന്നൊക്കെ പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തമ്മിലൊരു സംഭവമൊക്കെ നടന്ന് ഉണ്ണി എന്നെ ബ്ലോക്ക് ചെയ്തു. ഇതൊക്കെ സംഭവം നടന്നു ഇൻ ദ സെൻസ് എല്ലാവർക്കും അറിയാം സംഭവം എന്താ. ഞാൻ ഉദയാന്ന് പേര് വിളിച്ചത് ഉണ്ണിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഉണ്ണി എന്നെ വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്യുന്നു. പിന്നെ 7 വർഷം കട്ടു ഞങ്ങൾ കാണുന്നത് ജയ ഗണേശിൻ്റെ പൂജ സമയത്താണ്. അപ്പം ഈ പൂജയ്ക്ക് തലേ ദിവസം ഉണ്ണി എനിക്കൊരു മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഉണ്ണി കാണുന്നത് എന്നെ ബ്ലോക്ക് ചെയ്ത കാര്യം. ഉണ്ണി എനിക്കൊരു മെസ്സേജ് ചെയ്തു, വി ആർ വെരി ഹാപ്പി ടു ഹാവ് യു ഓൺ ബോർഡ്, ലെറ്റ്സ് റോക്ക് ദിസ് എന്ന് പറഞ്ഞൊരു മെസ്സേജ്. അപ്പോൾ ഈ മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് 7 വർഷം ബ്ലോക്ക് ചെയ്തിട്ട് ഇപ്പോൾ റോക്ക് ദിസ് അല്ലേ കാണിച്ചു തരാം എന്നായിരുന്നു എൻ്റെ മൈൻഡിൽ. അത് കഴിഞ്ഞിട്ട് പൂജയ്ക്ക് ഞങ്ങൾ വന്ന് നിൽക്കുകയാണ്. അപ്പം ഉണ്ണി എൻ്റെ തൊട്ട് മുന്നിലുണ്ട്. ഞങ്ങൾക്കൊരു കുറച്ചൊരു ഓക്വേർഡായ ഒരു സിറ്റുവേഷനാണ്. കാരണം 7 വർഷത്തിന് ശേഷം കാണുവാണല്ലോ, ഇങ്ങനെ ഒരു ബ്ലോക്കിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം അജയ് വാസുദേവ് അജയ് ചേട്ടൻ പറയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണി കേൾക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഉണ്ണി തിരിഞ്ഞപ്പം മനഃപൂർവ്വം അജയ് ചേട്ടൻ നോക്കിയിട്ട് പറഞ്ഞു, അജയ് ചേട്ടാ ഉദയം വന്നില്ലേ എന്ന് ചോദിച്ചു. ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉണ്ണി ഇങ്ങനെ നാണം കൂടി കേൾക്കുന്ന ഒരു വീഡിയോ ഒക്കെ ആ സമയത്ത് റിലീസായിരുന്നു. അപ്പം അങ്ങനെയാണ്, ദാറ്റ് ഇസ് ഹൗ ഇറ്റ് സ്റ്റാർട്ടഡ്. പിന്നെ എനിക്ക് തോന്നുന്നു ഉണ്ണിയും കുറേ എന്താ പറയുക ഭയങ്കര ജെനുവിനായ ഒരു ആളാണ്, ഫിൽട്ടർ ഇല്ലാതെ സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഞാൻ എല്ലാം ഒന്നും പറയില്ല. ഞാൻ ചില ആൾക്കാർ എന്താ പറയാ ചില കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തേ ഞാൻ സംസാരിക്കും. ഞാൻ അത്ര നിഷ്കളങ്കയല്ല. ഞാൻ അത്യാവശ്യം ഡിപ്ലോമാറ്റിക് ആണ്. വിഷമിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയാറില്ല. പക്ഷെ ഉണ്ണി അങ്ങനെയല്ല. എല്ലാ ഒപ്പീനിയനും തുറന്ന് പറയാൻ ധൈര്യമുള്ള ഒരാളാണ്. അത് ഞാൻ ധൈര്യം എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് ആ ധൈര്യമില്ല. എല്ലാം പറയാൻ ധൈര്യമുള്ള ഒരാളാണ്. അപ്പം ഉണ്ണി എല്ലാം എടുത്ത് തുറന്ന് പറയും. അപ്പം ഞങ്ങൾ തമ്മിൽ അങ്ങനെയുള്ള കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ എനിക്കൊന്നും അതുകൊണ്ടും കൂടി ആയിരിക്കാം
പെട്ടെന്ന് ആ ഒരു സിങ്ക് ഞങ്ങൾ തമ്മിൽ വന്നത്. വർക്കൊക്കെ സ്മൂത്ത് ആയി പോയി. അതെ അതെ. ജയ് ഗണേഷിന്റെ ട്രെയിലർ കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയത് അതിനകത്തൊരു ഇൻസ്പയറിംഗ് എലമെന്റ് എന്ന് പറയുന്നത് ഇയാളുടെ വീൽ ചെയർ അനങ്ങണമെന്ന് പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നുന്ന ഒരു അവസ്ഥ വരും. ഞാൻ ട്രെയിലർ ഡീകോഡിംഗ് പോലെ രഞ്ജിത്തിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 2 കഥകളാണ്. ഒന്ന് ഈ മനുഷ്യന്റെ ജീവിതം, മറ്റൊന്ന് പറയുന്നത് വേറൊരു സംഭവം നടക്കുന്നു. ഇത് രണ്ടും കൂടെ ഒരുമിക്കുന്ന ഒരു ഘട്ടം വരും. അപ്പോഴാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് പിന്നെ യാത്ര ചെയ്യാൻ പോകുന്നത്. അതുവരെ ഈ സാധനങ്ങളൊക്കെ വന്നിട്ട് ഒരുമിക്കും. അപ്പൊ അങ്ങനെയല്ലേ എന്ന് ചോദിച്ചു. വിശ്വസിച്ചോളാൻ പറഞ്ഞു. രഞ്ജിത്ത് സാറിന്റെ വായിന്നൊന്നും കിട്ടില്ല, ചിലപ്പോ വേറെ കഥയൊക്കെ പറഞ്ഞിരിക്കും. പക്ഷെ ഒരു ഇൻസ്പയറിംഗ് എലമെന്റ് ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു. അതായിരിക്കും ഒരു പക്ഷെ സിനിമയുടെ സക്സസ് ആവുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ കരുതാവോ? അതെ, തീർച്ചയായും കരുതാം. കാരണം എനിക്ക് ആദ്യം ഈ സിനിമയുടെ സബ്ജക്റ്റ് രഞ്ജിത്ത് സാർ പറഞ്ഞു തരുന്നത് എനിക്കൊന്നൊരു 10 മിനിറ്റ് ആയിരിക്കും ആദ്യം ഞാൻ ഈ കഥ കേൾക്കുന്നത്. 10 മിനിറ്റ്. അപ്പൊ ഈ 10 മിനിറ്റ് ഈ കഥ പറഞ്ഞു സാറ് തീർന്നപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഇൻസ്പയർഡായി. കാരണം ഇത് കാണണം എല്ലാവരും, അതായത് ചെറിയ കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ എല്ലാവരും കണ്ടാൽ ഇൻസ്പയർഡ് ആവാനുള്ള എല്ലാം ഈ സിനിമയിലുണ്ട്. ഇത് ഇപ്പം നമ്മൾ പറഞ്ഞ സ്പെഷ്യലി ഏബിൾഡ് ആയ ഒരാളുടെ ക്യാരക്ടറാണ് ഉണ്ണി ചെയ്യുന്നത്. ഇത് അവരെ മാത്രം ഫോക്കസ് ചെയ്യുന്ന കാര്യമല്ല. ഇത് എല്ലാവരും, ദി ആർ ഓൾ സൂപ്പർ ഹീറോസ്. നമ്മളെല്ലാവരും സൂപ്പർ ഹീറോ ആണെന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് തരുന്ന ഒരു സിനിമയായിരിക്കും ജയ് ഗണേഷ്. അതുകൊണ്ട് കൂടി തന്നെയാണ് എനിക്ക് ഇതിൻ്റെ കഥ കേട്ടപ്പം എനിക്ക് ആദ്യം തോന്നി എന്താ വെച്ചാൽ ഈ സബ്ജക്റ്റ് ഞാൻ ചെയ്തില്ലെങ്കിൽ, ഈ ക്യാരക്ടർ ഞാൻ ചെയ്തില്ലെങ്കിൽ എന്നെക്കാളും നല്ലൊരു ഹീറോയിനെ ഇവർ അപ്രോച്ച് ചെയ്ത് ഇത് ചെയ്യിപ്പിക്കും. കാരണം ഇത് വേറൊരാൾ കേട്ട് നോ പറയാനുള്ള ഒന്നും ആ സിനിമയിൽ ഇല്ല, യെസ് പറയാനുള്ള സാഹചര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ മിസ് ചെയ്യരുത്, വേറൊരാൾക്ക് പോവാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ടിലോട്ട് പോകാനുള്ള സമയം പോലും നമ്മൾ കൊടുക്കരുത് എന്നുള്ള ഇതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ യെസ് പറഞ്ഞത്. അപ്പം എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയി തോന്നി ഈ കഥ. പിന്നെ ഇത് സിനിമ ഷൂട്ട് ചെയ്യാന്ന് പറയുന്ന ഒരുപാട് ലിമിറ്റേഷൻസും ഉണ്ട്. കാരണം എനിക്കൊന്ന് രഞ്ജിത്ത് സാറിനെ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഞങ്ങൾ തമ്മിലുള്ള സീൻസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഗണേഷിൻ്റെ സീൻസ് എടുക്കുമ്പോൾ തന്നെ സാധാരണ നമ്മൾ സജഷനൊക്കെ എടുക്കുമ്പോൾ 2 പേര് ഐ ലെവലിൽ നിന്നാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇതിവിടെ ഒരാൾ താഴെയും ഒരാൾ നിന്നിട്ടുമായിരിക്കും. അപ്പം അതിൻ്റെതായ ഒരുപാട് ലിമിറ്റേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നോർമൽ നമ്മളൊരു സിനിമ ഒരു ഹീറോയിൻ അല്ലെങ്കിൽ ഒരു ഹീറോ ചെയ്യുന്ന ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത് പോലെ ആയിരുന്നില്ല ഇതിൻ്റെ പല ഷോട്ട്സും. അപ്പം അതിൻ്റെതായ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് എത്രത്തോളം നന്നായി എടുക്കാൻ പറ്റുമോ, എന്താണോ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ബ്യൂട്ടിഫുള്ളായി കൺവേ ചെയ്ത് കാണുന്ന എല്ലാവർക്കും തീർച്ചയായും ഞാൻ ആദ്യം കഥ കേൾക്കുമ്പോൾ എത്രത്തോളം മോട്ടിവേറ്റഡ് ആയി തോന്നിയോ, എത്രയും ഇൻസ്പയർഡ് ആയി തോന്നിയോ അതേ ഒരു ഫീലിംഗ് കാണുന്ന ഓഡിയൻസിനും ഉണ്ടാവും. അത് കുട്ടികളൊക്കെ കണ്ടാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും സിനിമ. സോ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് സിനിമയിലുണ്ട്. സിനിമ കഴിയുമ്പോൾ ചെറിയൊരു ഗോസിപ്പും കൂടെ ഉണ്ണിക്ക് വീണ്ടും വരാൻ സാധ്യതയുണ്ട്. എന്താണ്? സാധാരണഗതിയിൽ ഗോസിപ്പുകൾ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ആളാണ് ഉണ്ണി എന്ന് പറയുന്നത്. ഉണ്ണി എന്ന് പറയുമ്പോൾ ഏതും ആവാം ഗോസിപ്പ്. അതോടെ ഏതാണെന്ന് ആൾക്കാരെ എല്ലാം പറയും. ഇപ്പൊ അനുശ്രീ പറയും, പലരെയും പറയുമല്ലോ. അപ്പൊ അടുത്ത് ഇതിനകത്ത് തുടങ്ങി ഓൾറെഡി. അതെ, എനിക്കൊന്ന് ഞങ്ങളുടെ പൂജ തുടങ്ങിയപ്പോ തന്നെ ഈ പരിപാടി ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. ഇതെന്താ എനിക്ക് തോന്നുന്നു ഉണ്ണിയോടുള്ള പ്രത്യേക സ്നേഹമായിരിക്കാം. ഞാനതാ ഉണ്ണിയോട് പറഞ്ഞു, ഉണ്ണി ഒന്ന് കല്യാണം കഴിച്ച് പോയാൽ മതി എന്നാണ് എല്ലാവർക്കും അത്ര ആഗ്രഹം. ഉണ്ണിയാണെങ്കിൽ എല്ലാം ഇരുന്ന് ഉത്തരം പറയുകയും ചെയ്യും. വേറെ ആരെങ്കിലും ഇങ്ങനെ ഇത്രയും പോസിറ്റീവായി ഇരുന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയുമെന്ന് എനിക്കറിയില്ല. ഉണ്ണി ഇരുന്ന് ഉത്തരം പറയും. ഞാനും അത് അങ്ങനെയൊക്കെ കാണുന്നുള്ളൂ. അതായത് ചിലപ്പോൾ അവർക്ക് അങ്ങനെ കാണുമ്പോൾ അവർക്ക് അങ്ങനെ തോന്നുമായിരിക്കാം. പിന്നെന്താ, ഇതൊക്കെ പേഴ്സണലായ കാര്യങ്ങളല്ലേ. അപ്പം നമ്മളിപ്പോൾ എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്, സ്പേസ് ഉണ്ട്. ഇതൊന്നും എന്നെയോ അല്ലെങ്കിൽ ഉണ്ണിയോ പേഴ്സണൽ ഫ്രണ്ടിൽ എനിക്ക് മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. ഇപ്പം ഇതിന് മുന്നേ വന്ന ഗോസിപ്പും കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല. എന്നെ പേഴ്സണൽ ഫ്രണ്ടിൽ ഇതൊന്നും എഫക്റ്റ് ചെയ്യുന്നില്ല. എന്നെ ഇമോഷണലി ഇതൊന്നും എഫക്റ്റ് ചെയ്യാൻ ഒരു സാധ്യതയില്ല. എന്നെ കെട്ടിച്ചുവിടാതൊന്നും ഇതൊന്നും പോരാ. എന്നെ ഞാൻ കെട്ടില്ല എന്നൊന്നും പറയുന്നില്ല കേട്ടോ. ഉണ്ണീന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ജനറലി പറയാണ്. ഞാൻ കല്യാണം കഴിക്കില്ല അല്ലെങ്കിൽ എനിക്ക് കല്യാണം വേണ്ട എന്നൊന്നും പറയുന്ന ആളല്ല ഞാൻ. എനിക്ക് കല്യാണം വേണം, എനിക്കൊരു കുടുംബം വേണം, എനിക്ക് കുട്ടികൾ വേണം, എനിക്ക് അങ്ങനെയുള്ള എല്ലാ ആഗ്രഹങ്ങളും ഉണ്ട്. അപ്പം എനിക്കെന്താന്ന് വെച്ചാൽ അങ്ങനെ ഒരു സ്റ്റേജിലോട്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ പ്രയോറിറ്റി ഷിഫ്റ്റ് ആവുമല്ലോ. അതായത് നമ്മുടെ ഫാമിലി ആയിരിക്കും നമ്മുടെ പ്രയോറിറ്റി. അതിനിപ്പോൾ ഞാൻ തൽക്കാലം എനിക്ക് അത്രയും പ്രയോറിറ്റി എനിക്ക് അതിന് ഫാമിലി ലൈഫിന് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കൊരു സംശയമാണ് ഇപ്പം എനിക്ക്. കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വന്നതാണ് സിനിമയിൽ. അപ്പം ഞാൻ എന്തൊക്കെ ആയിത്തീരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, അതൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത്രയും വർഷം എടുത്തു ഈ ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ. അപ്പോൾ എനിക്കിപ്പോഴും അതിനൊരു പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. നമ്മളിപ്പം കോൺഫിഡൻസ് ഇല്ലാതെ നമ്മൾ അതിനകത്തോട്ട് എടുത്ത് ചാടിയിട്ട് കല്യാണം എന്ന് പറയുന്നത് വലിയൊരു എന്താ പറയുക ഉത്തരവാദിത്തമാണ്. അതിനകത്തോട്ട് ഇപ്പം എടുത്ത് ചാടാൻ എനിക്ക് പറ്റുന്ന അതിനുള്ള കോൺഫിഡൻസ് എനിക്കില്ല. കോൺഫിഡൻസ് ഇല്ലായ്മയാണ് എൻ്റെ പ്രശ്നം.
ഇപ്പം എനിക്ക് സിനിമയിലാണ് കോൺഫിഡൻസ്. അപ്പം ഈ സിനിമ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് കാണുന്ന ആളോട് ചോദിക്കുക, ആക്ച്വലി മഹിമയ്ക്ക് എന്താണ് സിനിമ എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. എൻ്റെ സന്തോഷമാണ് സിനിമ. അല്ലാതെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാം? നമ്മൾ സന്തോഷം ഓക്കെ, നമുക്ക് പല ആസ്പെക്ട്സിലാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫെയിം ഉണ്ടാവും, പിന്നെ മാസ് മീഡിയ എന്നുള്ള അർത്ഥത്തിൽ നമ്മളൊക്കെ കാണുന്നുണ്ട്. ചിലർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാശ് കിട്ടുന്ന ഒരു മാർഗ്ഗമായിട്ട് ഇതിനെ കാണാൻ പറ്റും. ഇങ്ങനെ പല രീതിയിലാണ് ഇതിനെ ആൾക്കാർ പല പെർസ്പെക്റ്റീവിലാണ് കാണുന്നത്. മഹിമ സിനിമ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോൾ ഒരു ഓസ്കാർ നോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആയിട്ട് വളരണം, അങ്ങനെ സിനിമയെ കാണാമല്ലോ. അപ്പോൾ ഏത് ആസ്പെക്റ്റിലാണ് മഹിമ ആ സിനിമയെ കാണുന്നത്? എനിക്കിപ്പം ഒറ്റ വാക്കിൽ പറയണമെന്നുണ്ട്, എനിക്ക് ശരിക്കും എന്താണെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട് എനിക്കറിയില്ല. എനിക്ക് എൻ്റെ സന്തോഷമാണ് എൻ്റെ സിനിമ എന്ന് എനിക്കറിയാം. ഞാൻ സന്തോഷമായി ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാൾ, എപ്പോഴും സന്തോഷമായി ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. എനിക്ക് സന്തോഷം, കഷ്ടപ്പെട്ട് പണിയെടുക്കണോ? സന്തോഷമായിട്ട് എനിക്ക് സന്തോഷമാണ് അതിൽ. എനിക്ക് ഇപ്പം ഷൂട്ട് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ ഒരു മാസത്തോളം ചിലപ്പോൾ കണ്ടിന്യൂസ് ആയി ഷൂട്ടൊക്കെ കഴിഞ്ഞ് പ്രൊമോഷൻ വർക്കും അതും വർക്കൊക്കെ കഴിഞ്ഞ് ചിലപ്പം ഒരു 5 ദിവസമായിരിക്കും ഞാൻ പോയി വീട്ടിലിരിക്കുന്നത്. ആ 4-ാമത്തെ ദിവസം 5-ാമത്തെ ദിവസം ആകുമ്പോൾ എനിക്ക് തുടങ്ങും പ്രശ്നം. അഭിനയിച്ചില്ല, എനിക്ക് ജോലി ചെയ്തില്ലെങ്കിൽ എനിക്ക് പ്രശ്നമാണ്. ജോലി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ജോലി ചെയ്താൽ പോരാ, സിനിമ തന്നെ ചെയ്യണം. സിനിമ അല്ലെങ്കിൽ അഭിനയം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എനിക്ക് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. അമ്മ അപ്പോൾ ചിലപ്പോൾ 3-ാമത്തെ 4-ാമത്തെ ദിവസം ആക്കുമ്പോൾ എനിക്ക് കുറച്ച് എൻ്റെ മൂഡൊക്കെ കുറച്ചിങ്ങനെ മാറുമ്പോൾ അമ്മ പറയും, അവൾക്ക് തുടങ്ങി പ്രശ്നം, അവൾക്ക് പ്രശ്നം തുടങ്ങിയെന്ന് പറയും അമ്മ. അപ്പം എനിക്ക് സിനിമ ഈസ് മൈ ഹൈ എന്ന് പറയാം. എനിക്ക് അഭിനയിക്കുമ്പോഴാണ്, എനിക്ക് ജോലി ചെയ്യുമ്പോഴാണ് എനിക്ക് ഏറ്റവും അധികം സന്തോഷം. എനിക്ക് തോന്നുന്നു എനിക്ക് കോൺഫിഡൻസും, നമുക്ക് ഇപ്പം ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്നുള്ളൊരു കാര്യം, കോൺഫിഡൻസ് എന്നുള്ളൊരു കാര്യം, ഇതൊക്കെ എനിക്ക് സിനിമ തരുന്നുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കാൻ ഇഷ്ടമാണ്, എനിക്ക് ജോലി ചെയ്യാൻ ഇഷ്ടമാണ്, ഇതൊക്കെ എനിക്ക് സിനിമ തരുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഞാൻ മണി മൈൻഡഡ് അല്ല, അത് എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. ഞാൻ മണി മൈൻഡഡ് അല്ല എന്നുള്ള കാര്യം. കാരണം മണി മൈൻഡഡ് ആണെങ്കിൽ എനിക്ക് ഇതിനു മുന്നേ തന്നെ ഒരുപാട് കാശ് ഉണ്ടാക്കാമായിരുന്നു സിനിമയിൽ നിന്ന്. എനിക്ക് ചിലപ്പം സബ്ജക്റ്റ് ഇഷ്ടപ്പെടാതെ എനിക്ക് ചിലപ്പോൾ നല്ല കാശ് കിട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് പല സിനിമകളും ചെയ്യായിരുന്നു. അങ്ങനെ എനിക്ക് ക്യാരക്ടർ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ച വലിയ സിനിമകൾ, ഒരുപാട് സിനിമകളുണ്ട്. അല്ലെങ്കിൽ വേറെ അതായത് സിനിമ എന്ന് മാത്രമല്ല, അതായത് നമുക്കിപ്പം ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് സിനിമ മാത്രമല്ലല്ലോ, നമുക്കിപ്പം സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്ന ആഡ് ആവാം, അല്ലെങ്കിൽ പബ്ലിക് ഇവൻറ്റ്സ് ആവാം, സ്റ്റേജ് ഷോസ് ആവാം, ഇങ്ങനെ പലതും ആവാം. ഇതെല്ലാം സോഴ്സ് ഓഫ് ഇൻകം തന്നെയാണ് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെയുള്ള പലതും ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ഹൈ എന്ന് പറയുന്നത് എപ്പോഴും സിനിമയാണ്, അഭിനയമാണ് എൻ്റെ ഹൈ. സിനിമ എന്നല്ല, അഭിനയമാണ് എൻ്റെ ഹൈ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് സെക്കൻഡറിയാണ്. അത് ഞാൻ സെക്കൻഡറി ആയിട്ട് മാത്രമേ കാണാറുള്ളൂ. അപ്പം എൻ്റെ മാനേജർ തന്നെ എൻ്റെ അടുത്ത് ചോദിക്കും, ഇത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇത് ചെയ്യൂ കേട്ടോ എന്ന് എൻ്റെ അടുത്ത് പറയാറുണ്ട്. കാരണം എന്നെ അറിയാം, ഇപ്പോൾ ശിവചേട്ടൻ എന്നെ അറിയാം. ശിവചേട്ടനാണ് എൻ്റെ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ശിവചേട്ടൻ അറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അമ്മു എന്നാണ് എന്നെ വിളിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവൾ ചെയ്യില്ല എന്നുള്ളത് അറിയാം, ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒട്ടും മണി മൈൻഡഡ് അല്ല ഈ കാര്യത്തിൽ. പക്ഷേ സിനിമ ഇസ് മൈ ഹാപ്പിനെസ്. അത് കുറച്ചുകൂടെ അതിൻ്റെ ഒരു മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്ക് പോയാൽ, അവിടെ ചെന്ന് ജോലി ചെയ്യുമ്പോഴാണോ അത് ഇതിൻ്റെ റിസൾട്ട് കണ്ട ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴാണോ നമുക്ക് കൂടുതൽ ഹൈ കിട്ടുക? രണ്ടുമുണ്ട്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് മാത്രമല്ല ജോലി, അത് സ്വാർത്ഥതയായി പോവില്ലേ. അതായത് ഇപ്പോൾ നമ്മളൊരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജോലി തീർന്നു എന്ന് വിചാരിക്കുന്നത് ഭയങ്കര സെൽഫിഷ്നെസ് അല്ലേ. കാരണം ഒരു പ്രൊഡ്യൂസർ നമ്മളെ വിശ്വസിച്ച് പൈസ മുടക്കി നമ്മളെ വെച്ചൊരു സിനിമ എടുക്കുമ്പോൾ ആ പ്രൊഡ്യൂസറിന് അതിന് റിട്ടേൺസ് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതും കൂടെ എൻ്റെ ജോലിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം നമ്മൾ പ്രൊമോഷൻ വർക്ക്സും അറ്റൻഡ് ചെയ്യുന്നു. അപ്പോഴാണ് അതിനൊരു കംപ്ലീഷൻ വരിക. അപ്പോൾ ഇത് രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് സിനിമയിൽ അഭിനയിക്കുമ്പോഴും സന്തോഷമാണ്, അതിൻ്റെ പ്രൊമോഷൻ വർക്കിൽ പങ്കെടുക്കുമ്പോഴും എനിക്ക് സന്തോഷമാണ്. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ കാണുന്നില്ല. ഇതൊക്കെ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ, സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മൾ ഫുള്ളി ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ജോലിയിലായിരിക്കും. റിട്ടേൺസ് കിട്ടുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ശരിക്കും പണിയെടുത്തോ ഇല്ലയോ എന്നുള്ള കാര്യം റിട്ടേൺസ് കിട്ടുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത്. അപ്പോൾ അതായത് ഇപ്പോൾ ഈ പ്രൊമോഷൻ വർക്ക് അല്ലെങ്കിൽ റിലീസിന് ശേഷമുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നതാണ് ശരിക്കുമുള്ള ലെസൺ. അപ്പോഴും നമുക്ക് മനസ്സിലാവേ നമ്മൾ ഇനിയും പണിയെടുക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഇത് മതിയെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതാണ് നമ്മുടെ ലേണിംഗ് പീരീഡ്. ഈ റിസൾട്ട് പീരീഡാണ് നമ്മുടെ ലേണിംഗ് പീരീഡ്. നമ്മൾ ഇനി എത്ര ഇമ്പ്രൂവ് ചെയ്യണം,
എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം നമ്മൾ പഠിക്കുന്നത് അവിടെയാണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഈ മഹിമയ്ക്ക് കിട്ടിയ അപ്രീസിയേഷനിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു ഘടകം ഉണ്ടാവും. പലരും പലതും പറയുമ്പോൾ ഇപ്പോൾ ചിരി കൊള്ളാന്ന് പറയുന്നത് പോലും ഒരു തരത്തിലുള്ള അപ്രീസിയേഷൻ ആണെങ്കിലും അത് പക്ഷേ മഹിമയുടെ അഭിനയത്തിന് കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ അല്ല. അപ്പം അത്തരത്തിൽ അഭിനയത്തിന് കിട്ടുന്ന ഏതെങ്കിലും അപ്രീസിയേഷൻ ആരെങ്കിലും ഒരു സാധാരണക്കാരൻ വന്നിട്ട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? എനിക്കിപ്പം ഓണസ്റ്റ്ലി സ്പീക്കിംഗ് എനിക്ക് മലയാളത്തിൽ അങ്ങനെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയ ഒന്നും എനിക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പം RDX നല്ലൊരു എന്താ പറയുക, അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ്. നമുക്ക് നമ്മുടെ വീട്ടിലൊരു കുട്ടി എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം ഓഡിയൻസിൽ നിന്ന് റിസപ്ഷൻ കിട്ടാനുള്ള കാരണവും ആ ക്യാരക്ടർ തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്ക് തമിഴിൽ ചെയ്തതുപോലെയുള്ള വേരിയേഷൻസ് എനിക്ക് മലയാളത്തിൽ ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ഭയങ്കരമായ ഒരു അപ്രീസിയേഷനൊന്നും എനിക്ക് എന്നെ ആസ് എൻ ആക്ടർ എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന അപ്രീസിയേഷനൊന്നും എനിക്ക് മലയാളത്തിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ തമിഴിൽ ഞാൻ സിനിമ ചെയ്ത സമയത്ത് പലരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് പല സിനിമ, ഇപ്പം എനിക്ക് തോന്നുന്നു മഹാമുനി എന്ന് പറഞ്ഞൊരു സിനിമ തമിഴിൽ എനിക്ക് റിലീസായിരുന്നു. ഒരിക്കലും ഞാൻ പോലും എന്നെ പിക്ചറൈസ് ചെയ്യാത്ത, ഇമാജിൻ ചെയ്യാത്ത ഒരു ക്യാരക്ടറായിരുന്നു മഹാമുനിയിൽ ഞാൻ ചെയ്തത്. ശാന്തകുമാറായിരുന്നു ഡയറക്ടർ, ആര്യായിരുന്നു ഹീറോ. അതിലെനിക്ക് മാഡ്രിഡ് ഫിലിം ഫെസ്റ്റിവൽ, ടൊറോണ്ടോ ഫിലിം ഫെസ്റ്റിവൽ, ഇതിലൊക്കെ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് എനിക്ക് ആ സിനിമയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള റെക്കഗ്നിഷൻ ആ സിനിമയ്ക്കും ഞാൻ ചെയ്ത ക്യാരക്ടറിനും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമ റിലീസായപ്പോൾ ഒരുപാട് പേരെന്നെ വിളിച്ചിട്ട് മഹിമയ്ക്ക് ഇങ്ങനെയും ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് തന്നെ സംശയമായിരുന്നു. ഒരു ടോം ബോയിഷ് എന്നും പറയാൻ പറ്റില്ല, അതൊരു വേറൊരു ക്യാരക്ടറാണത്. നമ്മൾ ഒരിക്കലും ഒരു ഹീറോയിൻ്റെ നമ്മൾ ക്രൈറ്റീരിയയിൽ നിന്ന് അതായത് അതിൽ ഒതുങ്ങാത്ത ഒരു ക്യാരക്ടറാണത്. ഹീറോയിനായിട്ട് നമുക്കൊരിക്കലും അങ്ങനെ ഒരു ക്യാരക്ടറിനെ സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരുപാട് അപ്രീസിയേഷൻ എനിക്ക് തമിഴിൽ നിന്ന് വന്നിട്ടുണ്ട്. പക്ഷെ മലയാളത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സ്പേസ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല മലയാളത്തിൽ. ഒരു പക്ഷേ ഫ്യൂച്ചറിൽ അങ്ങനെ വരുവാണെങ്കിൽ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു പ്രൂവ് മൈ സെൽഫ്. മഹിമ സ്വപ്നം കാണുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഇനിയും വരാനുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഈ പ്രാക്ടീസ് ചെയ്യുന്ന ഭാഗമായിട്ട് ഇപ്പം ഒബ്സർവേഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഇതിൻ്റെ ഒരു വർക്ക് നടക്കുന്നുണ്ടാവും. മഹിമ വേറൊരു ലെവലിൽ എത്താൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സംസാരം കേൾക്കുമ്പോഴും ഒക്കെ. അപ്പോൾ അതിൻ്റെ ഹോംവർക്കോ ഇല്ലെങ്കിൽ പ്രാക്ടീസോ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ പഠിക്കാനോ, വേൾഡ് സിനിമകൾ ഒരുപാട് കാണലോ അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്കൊന്ന് വേൾഡ് സിനിമ എന്നുള്ളതിനേക്കാളും നമ്മളൊരു ലാംഗ്വേജിൽ ജോലി ചെയ്യുമ്പം നമ്മുടെ ഒത്തൻറ്റിക്കായ ഒരു സ്റ്റൈലിലായിരിക്കുമല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പം മലയാളം സിനിമ ചെയ്യുമ്പോൾ മലയാളത്തിൻ്റെ അതിൻ്റെ ഒരു ഒത്തൻറ്റിസിറ്റി ഉണ്ടാവും, തമിഴിന് അതിൻ്റെ ഒരു ഒത്തൻറ്റിസിറ്റി ഉണ്ടാവും. അപ്പം എനിക്കൊന്ന് വേൾഡ് സിനിമ ഇതൊക്കെ കാണുന്നതിലും നമ്മൾ ചുറ്റുപാട് ഒബ്സർവ് ചെയ്യുന്നതിൽ ഒരു ഭയങ്കര വലിയൊരു കാര്യമുണ്ട് അതിനകത്ത്. അതായത് നമ്മുടെ പച്ചയായ മനുഷ്യരെ പറ്റി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി സിനിമ എടുക്കുമ്പോൾ നമ്മൾ വേൾഡ് സിനിമ കണ്ടിട്ട് അവരിങ്ങനെയാണ് പെരുമാറുക എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിലും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് മനസ്സിലാക്കുന്നതിലാണ് കുറച്ചുകൂടെ കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് ഞാൻ എപ്പോഴും ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എങ്ങനെയാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, സംസാരിക്കുന്നത്, ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ചെറുപ്പം തൊട്ടേ എനിക്ക് ഈ കണ്ണാടി നോക്കി അഭിനയിച്ച് നോക്കുന്ന സ്വഭാവവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു പ്രോസസ്സായി നടക്കുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി നമുക്ക് നോക്കാം. ഇത്രയൊക്കെ സംസാരിക്കുമ്പോഴും ഇതിനകത്തൊരു കാര്യം, RDXന്റെ സമയത്ത് മേക്കപ്പ് ഡള്ളി എന്ന സമയത്ത് സംസാരിച്ചൊരു മഹിമയുണ്ട്. ഈ ബുദ്ധിപരമായി സംസാരിക്കുന്ന ഒരു മഹിമയല്ല അവിടെ കണ്ടത്. അതായത് മഹിമ ഉദ്ദേശിക്കുന്ന സ്റ്റാർഡമോ മഹിമ ഉദ്ദേശിക്കുന്ന ഒരു അക്സെപ്റ്റൻസോ ഒക്കെ അങ്ങനെ ഒരു ഫെയർ സ്കിന്നിൽ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളൊരു വിശ്വാസമായിരുന്നോ അതിൻ്റെ പേര്? ഒരിക്കലും ഇല്ല. ഞാൻ അങ്ങനെ ഒരിക്കലും വിശ്വസിക്കുക. അത് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ കാര്യം വളരെ തെറ്റായി പലരും എടുത്തു എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെയല്ല പറഞ്ഞു. അങ്ങനെ ഒരു കോൺഷ്യസ് ആയ ഒരു അപ്രോച്ചാണ് എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നത്. ഞാൻ ഒരിക്കലും അമ്മ വേഷങ്ങൾ ചെയ്യില്ലായിരുന്നു. ഞാൻ സെക്കൻഡ് ഹീറോയിൻ വേഷം, അതായത് ഹീറോയിനായി വന്നതിന് ശേഷവും ഞാൻ തമിഴിൽ സെക്കൻഡ് ഹീറോയിൻ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ വില്ലനായി അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ മേർഡറായി അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു കോൺഷ്യസ് ആയ ഒരു സ്പേസിൽ നിൽക്കുന്ന ഒരാൾക്ക്, ഒരു ഹീറോയിൻ ഒരിക്കലും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അറിഞ്ഞുകൊണ്ട് എൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെയാണ് RDXൽ സ്കിൻ ടോൺ ഡള്ള് ചെയ്യുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓഡിഷന് പോയ സമയത്തോ ലുക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്തോ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. സ്കിൻ ഡള്ളിങ് എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പം അന്നേരം സംസാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഫ്ലാഷ് ബാക്കിൽ നമ്മൾ നോർമലായി ഇരിക്കുന്നു, പ്രസൻറ്റിലോട്ട് വരുമ്പോഴാണ് നമ്മൾ സ്കിൻ ഡള്ളി. കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ വന്ന് മുഖം കരുവാളിച്ച് അങ്ങനെ ഒരു ഇതിലാണ് പ്രസൻറ്റിൽ വരുന്നത്. അപ്പം ഇങ്ങനെ 2 വേരിയേഷൻസ് ഉണ്ടല്ലോ എൻ്റെ ക്യാരക്ടറിനകത്ത്. അപ്പം അത്ര മാത്രമേ എൻ്റെ അടുത്ത് പറഞ്ഞുള്ളായിരുന്നു. അതാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്ത് നമ്മുടെ പ്രസൻറ്റൊക്കെ ഷൂട്ട് ചെയ്ത് ഫ്ലാഷ് ബാക്കിലോട്ട് പോകുമ്പോൾ ഭയങ്കര ഒരു കണ്ടിന്യൂറ്റി ജമ്പ് എൻ്റെ ഒറിജിനൽ സ്കിൻ ടോണിൽ നിന്നും അതായത് പ്രസൻറ്റ് എടുക്കുമ്പോഴുള്ള സ്കിൻ ടോണിൽ നിന്നും ഭയങ്കര ഒരു ജമ്പ് വന്നതുകൊണ്ടും
പിന്നെ എൻ്റെ വേഷം എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക ഒരു ആ സമയത്ത് ഒരു 80s 90s ഒരു വേഷം ഈ റിബണൊക്കെ കെട്ടി. അപ്പോൾ എൻ്റെ ഈ സ്കിൻ ടോണിൽ നിൽക്കുമ്പോൾ എന്നെ ഒരു ആംഗ്ലോ ഇന്ത്യൻ ഫീല് ആ വേഷത്തിലും അതൊക്കെ ഈ സ്കിൻ ടോണും ഒക്കെ കാണുമ്പോൾ അങ്ങനെയാണ് എൻ്റെ സ്കിൻ ടോൺ ഡൾ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാതെയാണല്ലോ, ഞാൻ പ്രതീക്ഷിക്കുന്നില്ല സ്കിൻ ടോൺ ഡൾ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ വിചാരിച്ചിട്ട് സ്കിൻ ടോൺ ഡൾ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അത് എനിക്കെന്നല്ല, ഇതിപ്പം നമ്മൾ പറയണമെങ്കിൽ ഒരു നെഗറ്റിവിറ്റി പറയണമെങ്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും പറയാം. ഇതുപോലെ ഇരുണ്ട നിറമുള്ള അല്ലെങ്കിൽ ഡസ്കി സ്കിൻ ടോൺ ഉള്ള ഒരാൾക്ക് പെട്ടെന്ന് സ്കിൻ നമ്മൾ കുറേ പുട്ടിയടിച്ചാൽ അവർക്കും ഇഷ്ടപ്പെടില്ല. ഇത് അത്രയേ ഉള്ളൂ. അതായത് എൻ്റെ സ്കിൻ ടോൺ മാറ്റിയതായിരുന്നു എൻ്റെ പ്രശ്നം, അല്ലാതെ അത് ഡൾ ചെയ്തതോ അല്ലെങ്കിൽ എന്നെ കറുപ്പിച്ചു അതല്ല പ്രശ്നം. അപ്പോൾ ഈ ഡസ്കി സ്കിൻ ടോണുള്ള ഒരാളെ പെട്ടെന്ന് വെളുപ്പിച്ചാൽ അവർക്കും ഇഷ്ടപ്പെടില്ല. കാരണം നമ്മൾ സ്ഥിരമായി കാണാത്തൊരു കാര്യമാണല്ലോ. ഞാൻ അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. എന്നെ കറുപ്പിച്ചു എന്നുള്ളത്, എൻ്റെ നിറം കറുപ്പിച്ചു എന്നുള്ളതായിരുന്നില്ല. ദാറ്റ് വാസ് നോട്ട് മൈ കൺസേൺ. എന്നോട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ അത് ചെയ്തു എന്നുള്ളതായിരുന്നു എൻ്റെ കൺസേൺ. പക്ഷേ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ആ സ്കിൻ ടോൺ എന്നത് ഡൾ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഈ ഒരു ആക്സെപ്റ്റൻസ് കിട്ടില്ലായിരുന്നു. ആ ക്യാരക്ടറിന് അതാണ് വേണ്ടത്, ആ സ്കിൻ ടോൺ ആണ് വേണ്ടത്. അത് ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ആക്സെപ്റ്റൻസ് കിട്ടില്ലായിരുന്നു. സോ ഐ എം വെരി ഗ്ലാഡ് ദറ്റ് നഹാസർ അങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷം മാത്രമേ ഉള്ളൂ. 2010 കാര്യസ്ഥൻ ചെയ്യുന്നു, പിന്നെ നമ്മൾ വരുന്നത് മാസ്റ്റർ പീസ്. അത് കഴിഞ്ഞിട്ട് മധുരരാജ് ചെയ്യുന്നു. മധുരരാജ് ശേഷം എനിക്ക് തോന്നുന്നു ആദ്യം വാലാട്ടിയും ഒരേ സമയത്ത് വരുന്നു. ഈ സമയത്തൊക്കെ 10-18ഓളം തമിഴ് സിനിമകളിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമുഖി 2 ഉൾപ്പെടെയുള്ള സിനിമകൾ ചെയ്തിട്ടും നമ്മൾ എന്തേ ഈ മുത്തിനെ ഇതുവരെയും സ്വീകരിച്ചില്ല എന്നുള്ളത് ഞാനും പലതവണയും പലരോടും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് RDX ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായ കാര്യം എന്താണെന്നറിയോ, പലർക്കും അറിയില്ലായിരുന്നു ഞാൻ മലയാളിയാണെന്നുള്ള കാര്യം. പലർക്കും അറിയില്ലായിരുന്നു. കാരണം ഞാൻ തുടങ്ങിയത് മലയാളത്തിലാണെങ്കിലും അതിനുശേഷം ഞാൻ തമിഴിലാണ് ഹീറോയിനായിട്ട് സജീവമായിട്ട് അവിടെ ഞാൻ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പിലും മാത്രമാണ് ഇവിടെ വന്ന് മാസ്റ്റർ പീസ് ചെയ്തു, മധുരരാജ് ചെയ്തു, വാലാട്ടിയും ചെയ്തു. അപ്പം ഈ സിനിമകളിലൊന്നും ഞാൻ അങ്ങനെ ഫുൾ ഫ്ലെഡ്ജ്ഡായ ഒരു ഹീറോയിൻ ക്യാരക്ടർ അല്ല. അപ്പം അധികം അങ്ങ് നോട്ടീസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ അല്ല. പക്ഷെ എനിക്കൊന്ന് കമ്പാരിറ്റീവ്ലി മധുരരാജയിൽ അത്യാവശ്യം നോട്ടീസ് ചെയ്ത് അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷെ എന്നാലും മലയാളിയാണെന്ന് പലർക്കും അറിയില്ലായിരുന്നു. കാരണം മെജോറിറ്റി ഓഫ് ദി സിനിമാസ് തമിഴിൽ വന്നതുകൊണ്ട്. ഈ RDX വരുന്ന സമയത്ത് ഈവൻ പെപ്പെ, ഷെയ്ൻ ഇവർക്കൊക്കെ നഹാസർ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ മലയാളിയാണെന്നുള്ള കാര്യം തന്നെ അറിയുന്നത്. അപ്പം എൻ്റെ പേര് അവിടെ പെപ്പെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പേര് അവിടെ ബോർഡിൽ എഴുതി വെച്ചായിരുന്നു. ഓപ്ഷൻസ് നോക്കുമ്പോൾ നഹാസറിൻ്റെ പേര് ബോർഡിൽ എഴുതി വെച്ചപ്പോൾ മഹിമ ആയിരിക്കും ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പം പെപ്പെ ചോദിച്ചത് തമിഴ് കുട്ടിയല്ലേ എന്ന് ചോദിച്ചത്ര. ഇത് എൻ്റെ അടുത്ത് പെപ്പെ പറഞ്ഞിട്ടുണ്ട്. നഹാസർ ഇതിനു മുമ്പ് വേറൊരു പ്രോജക്റ്റിന് എന്നെ അപ്രോച്ച് ചെയ്തായിരുന്നു, പുള്ളിക്കാരൻ ചെയ്യാനിരുന്ന ഒരു പ്രോജക്റ്റിന്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരനെ അറിയാം ഞാൻ മലയാളിയാണെന്ന്. ഈവൻ രഞ്ജിത്ത് സർ ആയാലും എന്നെ ആദ്യം വിളിക്കുന്ന സമയത്ത് അപ്പോഴും ഞാൻ മലയാളി, അതായത് RDX റിലീസിന് മുന്നേ ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ അപ്പോഴും അറിയില്ല ഞാൻ മലയാളിയാണെന്നുള്ളത്. അപ്പം അതൊരു വലിയൊരു ഡ്രോബാക്ക് ആയിരുന്നിരിക്കാം. കാരണം എനിക്ക് മലയാളം ഫിലിം ഇൻഡസ്ട്രിയായിട്ട് ഒരു കോൺടാക്റ്റും കാര്യമായ കോൺടാക്റ്റും ഒന്നുമില്ല. വല്ലപ്പോഴും 1-2 വർഷത്തിൻ്റെ ഇടയിൽ ഒരു സിനിമ ചെയ്യുന്നു എന്നല്ലാതെ അത് ചിലപ്പോൾ ഒരു ഡ്രോബാക്ക് ആയിരുന്നിരിക്കാം. മലയാളിയാണെന്ന് കുറച്ച് നേരത്തെ ആൾക്കാർ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എനിക്ക് അതിന് മുന്നേ തന്നെ നല്ല ഓപ്പർച്യൂണിറ്റീസ് മലയാളത്തിൽ വരേണ്ടതായിരുന്നു. എനിക്കും ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞാനിപ്പം തമിഴിലാണ് സിനിമ ചെയ്യുന്നതെങ്കിലും ഞാൻ സെറ്റിൽഡ് കേരളത്തിൽ തന്നെയാണ്. കാസർഗോഡ് മാറിയിട്ടില്ലായിരുന്നു, ഞാൻ കാസർഗോഡ് തന്നെയാണ്. അപ്പം എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരും എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സും ഒക്കെ എൻ്റെ അടുത്ത് ഇപ്പം ഞാൻ ഈ സിനിമ ചെയ്യുന്നുണ്ട് ആ സിനിമ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ തമിഴ് സിനിമ പറയുമ്പോൾ അവർക്ക് കാരണം കാണില്ലല്ലോ ആരും, അധികം പേരും തമിഴ് സിനിമ കാണില്ലല്ലോ. അപ്പോൾ മലയാളത്തിൽ എപ്പോഴാണാവോ എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം വരുമ്പോൾ എനിക്ക് എപ്പോഴും വിഷമം. നമ്മൾ ഇത്ര സിനിമ ചെയ്തിട്ടും ഒരു റെക്കഗ്നീഷൻ നമ്മുടെ നാട്ടിൽ എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ RDX വന്നതോടെ ആ വിഷമം ഞങ്ങളെല്ലാം ഒരുമിച്ച് തീർത്തു തന്നു. സെറ്റ് അടിപൊളി. ഈ കാര്യസ്ഥലിൽ വരുന്ന സമയത്ത് ഒരു ഗുണ്ടുമണിയായിരുന്നു. അപ്പൊ ഈ ഗുണ്ടുമണി മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നമ്മുടെ ഉള്ളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ ചെറിയ കാര്യത്തിൽ എക്സസൈസ് ചെയ്യാൻ പോലും നമുക്ക് മടിയുള്ള ഒരു കാലത്ത് ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രാസ്റ്റിക് ചേഞ്ച് എന്ന് പറയാവുന്ന മാറ്റമാണ്. അപ്പം ആ മാറ്റം വേണമെങ്കിൽ കുറച്ചൊരു അറിവ് വേണം. നമ്മളെ മനസ്സിലാക്കിക്കൊണ്ടത് മാറണം. എന്തായിരുന്നു ആ കൊടുത്ത വിദ്യാഭ്യാസം? എന്തായിരുന്നു? എനിക്ക് തോന്നുന്നു കാര്യസ്ഥൻ ചെയ്ത് തമിഴ് പോയി തുടങ്ങിയപ്പോഴും ഈ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ലാസ്റ്റ് ഒരു 3-4 ഇയേഴ്സിന് ശേഷമാണ് ഞാൻ എന്താ പറയുക സെൽഫ് റിയലൈസേഷൻ അല്ലെങ്കിൽ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് എന്നുള്ളൊരു പ്രോസസ്സിലോട്ട് പോകുന്നത്. ഒരു 3-4 വർഷത്തിൻ്റെ ഇടയിലാണ്. അതിന് മുന്നേ വരെ എൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ആ സിനിമയിൽ അഭിനയിക്കുന്നു, അവരൊരു ഡയലോഗ് തരുന്നു, ഡയറക്ടർ പറയുന്ന പോലെ ചെയ്യുന്നു,
ചിലപ്പോൾ പക്വതയില്ലായ്മയാവാം അത്. എനിക്ക് ആ സമയത്ത് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഐഡിയ ഇല്ലല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ PR വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ. കാരണം സിനിമ നമുക്ക് നോക്കിക്കാണുമ്പോൾ അഭിനയം മാത്രമല്ല, അതൊരു വലിയൊരു ടാസ്ക്കാണ്. നമുക്ക് പുറമേ നിന്ന് കാണുമ്പോൾ അഭിനയിച്ചാൽ മതി, 3-4 നല്ല സിനിമ വന്നാൽ മാത്രം പോരാ. PR ഉണ്ട്, അതേപോലെ നമ്മളെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യമുണ്ട്, നമ്മളെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യമുണ്ട്, നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സിൽ എങ്ങനെ വെറൈറ്റി കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യമുണ്ട്. ഇതൊക്കെ പഠിച്ചെടുക്കാൻ കുറച്ച് സമയമെടുത്തു എനിക്ക്. ചിലർക്ക് പെട്ടെന്ന് നടക്കുമായിരിക്കും, പക്ഷേ എനിക്ക് കുറച്ച് സമയമെടുത്തു. അപ്പോൾ ഇത് പഠിച്ചു വന്നപ്പോഴത്തേക്ക് എനിക്കൊരു കാര്യം മനസ്സിലായി, ഡയലോഗ് തന്നെ പറയുന്നത് മാത്രമല്ല ഇതിൻ്റെ സംഭവം എന്നുള്ളത്. ഇതിനകത്ത് വേറെയും കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ സെൽഫ് പ്രസൻറ്റ് ചെയ്യുന്ന രീതി, നമ്മളൊരു പബ്ലിക് അപ്പിയറൻസ് നിൽക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ റിയലൈസേഷൻ നടക്കുന്നത് വരെ ഞാൻ ഭയങ്കര ഷൈ ആയിരുന്നു, ഞാൻ ഭയങ്കര സെൽഫ് കോൺഷ്യസ് ആയിരുന്നു, ഭയങ്കര എന്താ പറയുക കോംപ്ലെക്സ് ഉള്ള ഒരു ഹ്യൂമൻ ബീങ് ആയിരുന്നു എനിക്ക്. കാരണം നമുക്ക് നമ്മുടെ ഫ്ലോസ് അറിയാം. അപ്പോൾ എനിക്കതിൽ കോംപ്ലെക്സ് ഉണ്ടായിരുന്നു അതുവരെ. എപ്പോഴാണോ ഞാൻ ഇതാണ്, എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ഫ്ലോസ് ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്, അപ്പോൾ തൊട്ടാണ് എനിക്ക് കോൺഫിഡൻസ് വന്നു തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് എൻ്റെ നെഗറ്റീവ്, ഇതാണ് എൻ്റെ പോസിറ്റീവ്സ്. അപ്പോൾ നമുക്ക് നമ്മുടെ നെഗറ്റീവ്സ് എങ്ങനെയൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ, നമ്മുടെ സ്കിന്നായാലും നമ്മുടെ ബോഡി ആയാലും നമ്മൾ ധരിക്കുന്ന വസ്ത്രമായാലും ബാക്കി കാര്യങ്ങൾ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എന്താ പറയുക എക്സ്പോസ് ടു മച്ച് മേക്കപ്പ്, ഇതൊക്കെ നമ്മുടെ സ്കിന്നിനെ എഫക്റ്റ് ചെയ്യും, നമ്മുടെ ഫേസിനെ എഫക്റ്റ് ചെയ്യും. അതിന് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പഠിച്ചു തുടങ്ങി. അങ്ങനെ എനിക്ക് തോന്നുന്നു കോവിഡ് ആ സമയത്താണ് എനിക്ക് ചേഞ്ചസ് വന്നു തുടങ്ങിയത്, ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്, എനിക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. അങ്ങനെ then I started working on myself, ബോഡി ആയാലും ഫേസ് ആയാലും സ്കിൻ ആയാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച്. പിന്നെ ആ ഒരു ഭയങ്കര ഡ്രാസ്റ്റിക് ആയ ഒരു ട്രാൻസ്ഫോർമേഷൻ പണ്ടത്തെ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം മുന്നത്തെ ഞാനും ഇപ്പോഴത്തെ ഞാനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം അത് വന്നതൊരു പോസിറ്റീവ് കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഐ എം വെരി കോൺഫിഡൻറ്റ് എന്ന് വെച്ചാൽ ഞാൻ പെർഫെക്റ്റ് ആണെന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്, പക്ഷേ അതാണ് എന്നെ ഞാനാക്കുന്നത്. അതിൻ്റെ ഒരു കോൺഫിഡൻസ് എനിക്കിപ്പോഴുണ്ട്.